ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ ഹെയർ എക്സ്റ്റൻഷൻസ് എന്താണ് ആൻഡ് അതിൽ പെയിൻ എങ്ങനെയാണ് പെട്ടെന്ന് കയറി കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ആൻഡ് നമ്മളെ ഹെയർ എക്സ്റ്റൻഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ മലയാളീസിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ രേണുസുതി ചേച്ചീനെയാണ്. കാരണം ആള് ഈ റീസെൻ്റ് ആയിട്ട് ഹെയർ എക്സ്റ്റൻഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആള് ഇപ്പോൾ ബിഗ് ബോസിൽ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻസിൽ ഇപ്പം ഒരു ചെറിയൊരു വിവാദം നടക്കുന്നുണ്ട്. ബിക്കോസ് രേണുസുതി വന്ന് പറയുന്നുണ്ട് ഹെയർ എക്സ്റ്റൻഷൻസിൽ എന്തോ ഒന്ന് പൊടിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്നും. ആൻഡ് അത് കണ്ടിട്ടുള്ള ആ സലൂൺ ഈ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത സലൂണിലുള്ള വ്യക്തി വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ തലയിൽ നിറച്ചും പെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ എക്സ്റ്റൻഷനിലുള്ള ഒരു സംഭവം പൊടിഞ്ഞു വരത്തില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞത്. സോ തലയിൽ വൃത്തിയില്ലെങ്കിൽ പേര് എക്സ്റ്റൻഷൻസിൽ വരും എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ എക്സ്റ്റൻഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്നൊന്നും ഞെട്ടും. കാരണം എക്സ്റ്റൻഷൻ ചെയ്താൽ തല നിറച്ചും പെയിനാവുമോ അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നുമല്ല. എക്സ്റ്റൻഷൻസ് നമ്മൾ ചെയ്യുന്നത് പല ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഒന്നാമത് സിന്തറ്റിക് ടൈപ്പും, മറ്റേത് നമ്മുടെ നോർമൽ നമ്മുടെ ഹെയറില്ല മനുഷ്യന്മാരുടെ ഹെയർ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന എക്സ്റ്റൻഷൻസും ആണ്. ആൻഡ് അതിൽ പല ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളത് ഡയറക്റ്റായിട്ട് ഒരു സലൂണിൽ പോയിട്ട് അത് ചെയ്യുന്ന ആളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ അധികം ഹൈജീനിക് ആയിട്ടും അതിന് നന്നായിട്ട് പ്രോപ്പറായിട്ടും ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അറിയുന്ന ആൾക്കാർ മാത്രം അത് ചൂസ് ചെയ്യുന്നതാവും നല്ലത്. ബിക്കോസ് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മളുടെ സാഹചര്യം കൊണ്ട് നമ്മളത് കുറച്ച് മെയിൻ്റനൻസ് കുറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഈ ഹെയർ എക്സ്റ്റൻഷൻസിൽ ഒരുപാട് അഴുക്ക്, ചളി, അതുപോലെ വേർപ്പ്, പൊടി പടലങ്ങൾ ആൻഡ് ഡെഡ് സ്കിൻ സെൽസ്, നമ്മുടെ അങ്ങനെ ചത്തുപോകുന്ന സ്കിൻ സെല്ലുകളില്ലേ, അതുകളെല്ലാം പെട്ടെന്ന് അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ പേനിന് വളരാനുള്ള സാഹചര്യവും അത് ആപ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പേൻ എവിടെന്നെങ്കിലും എത്തിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ ഇരുന്ന് പെരുകും. ആൻഡ് ഹെയർ എക്സ്റ്റൻഷൻസ് വെച്ച് തല കഴുകിയില്ലെങ്കിൽ പെട്ടെന്ന് പേന് നിറയും അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അതിന് പിന്നിൽ എന്താ വെച്ചാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഹെയർ വാഷ് ചെയ്തില്ല, അല്ലെങ്കിൽ ക്ലീൻ ആക്കുന്നില്ല ഹെയർ എന്നാണെങ്കിൽ നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റൻഷൻ ഓരോ മുടിയായിട്ട് ഇങ്ങനെ കെട്ടുവിട്ടിട്ടാണ് അവരിങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ആ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷനിൽ പെയിൻ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു പെയിൻ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അതിൽ ഒളിഞ്ഞു നിന്ന് പെരുകാനും ഉള്ളൊരു സാഹചര്യം കൂടുതലാണ്. കാരണം അവിടെ ഭയങ്കര തിക്കാണല്ലോ, നമ്മൾ എക്സ്ട്രാ ഹെയർ ചേർക്കുമ്പോൾ ഭയങ്കര കട്ടി കൂടുതലാവും നമ്മുടെ തല നിറച്ച്. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് അധികം വരാതെയും സുഖമായിട്ട് ഉള്ളിൽ ആ ഒരു എൻവയോൺമെൻറ്റ് നല്ല രസമായതുകൊണ്ട് തന്നെ അവരതിൽ സുഖമായിട്ട് നിന്നിട്ട് ഒരുപാട് എഗ്ഗൊക്കെ ഉണ്ടാക്കി പെരുകും. ആൻഡ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. ആൻഡ് ഈ എക്സ്റ്റൻഷൻ നമുക്ക് തോന്നിയ പോലെ ഊരി ഇങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. ഇനി പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ നിറച്ച് പെയിനാവുമോ? അങ്ങനെയല്ല ആവുക. ഇപ്പം നമ്മൾ ഇന്നൊരാളായിട്ട് കോണ്ടാക്ട് നമ്മൾ ഒരാളുടെ കൂടെ ഇങ്ങനെ കിടക്കുക, അവരുടെ തലയിൽ അങ്ങനെ പെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിലേക്ക് കയറാം. ആൻഡ് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ചീർപ്പ്, ഹെയർ ബണ്ണ്, ഹെയർ കെട്ടാൻ യൂസ് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും നമ്മൾ വേറൊരാളുടെയാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ മേ ബി അതിൽ നിന്ന് നമുക്ക് പെയിന് കിട്ടാം. അതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന പില്ലോ, നമ്മളിപ്പോൾ പൊതുവായിട്ട് കുറച്ച് പേരുടെ കൂടെയാണ് ഇരിക്കുന്നതാണെങ്കിൽ ആരുടെങ്കിലും തലയിൽ നിന്ന് നമുക്ക് കിട്ടാം. അതൊന്നും അല്ലെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്നും എവിടെന്നെങ്കിലും നിന്നും നമുക്ക് ആ സാധനം നമ്മുടെ തലയിൽ കയറി പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എക്സ്റ്റൻഷൻസിൽ പെയിന് വരും. എക്സ്റ്റൻഷൻസ് എന്നല്ല, പൊതുവെ മനുഷ്യന്മാരുടെ തലയിൽ പെയിന് കയറുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ കുറച്ച് അഴുക്ക് ചെളി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പെയിനായിട്ട് ഇങ്ങനെ മാറുക അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ചെളിയും അഴുക്കും വേർപ്പും ഉള്ളത് കൊണ്ട് അവർ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ നിലനിൽപ്പ് അവിടെ ഭയങ്കര ഇതായിട്ട് മാറും. അവർ പെട്ടെന്ന് പെരുകിയിട്ട് ഒരുപാടെണ്ണം നിറയും തലയിൽ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനിപ്പോൾ നമ്മുടെ തലയിൽ ഓർപ്പോൾ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ട്, എൻ്റെ തലയിൽ പെയിൻ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവുക? ഓഫ് കോഴ്സ് നമ്മുടെ തലയിൽ നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും. ആൻഡ് എപ്പോൾ നോക്കിയാലും എന്തോന്ന് അരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ആൻഡ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണും തലയിൽ നിറഞ്ഞു കഴിയുമ്പോഴേക്കും പെയിന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഈ പെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ തലയിലൊക്കെ പെയിൻ അടിക്കുന്ന ഫീലാണല്ലേ. ആൻഡ് ഇത് കളിയാക്കിയിട്ടാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കളിയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ല ഇവിടെ വീഡിയോ ചെയ്യുന്നത്. രേണുസുധീനെ സപ്പോർട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല.
പക്ഷേ അതിപ്പോൾ സപ്പോസ് പൊടിയായിരിക്കട്ടെ പെയിനായിരിക്കട്ടെ എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷേ അതിപ്പോൾ സപ്പോസ് പെയിൻ ആണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല അറിയുള്ളൂ ആ പെയിനിൻ്റെ ബുദ്ധിമുട്ട്. അതിപ്പോൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തലയിൽ പെയിൻ കയറിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട്, ഒന്നില്ലെങ്കിൽ നമ്മൾ ചെറുപ്പം എങ്കിലും നമ്മുടെ തലയിൽ പെയിൻ ഉണ്ടായിട്ടുണ്ടാകും സ്കൂളിൽ പോകുന്ന ടൈം. സോ അതിനെ ആരും കളിയാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആൻഡ് ഇനി സപ്പോസ് നമ്മുടെ എക്സ്റ്റൻഷൻസിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നിറച്ച് പെയിനാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സ്റ്റൻഷൻസ് റിമൂവ് ചെയ്യാൻ നോക്കുക. നമ്മളായിട്ടല്ല, നമ്മൾ പോയി സലൂണിൽ തന്നെ പോയിട്ട് അവിടെ പറഞ്ഞ് അത് റിമൂവ് ചെയ്യിക്കുക. ആൻഡ് ഈ പെയിന് ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അവരോട് പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ അവർ ഒരുപാട് കണ്ടതാണ്. സോ പോവുക, അവരോട് പറയുക ആദ്യം ആ പെയിനും അതിൻ്റെ ആ എഗ്ഗ്, ആ ഈരുന്ന പറയുക, ഞങ്ങൾ ഈരുന്ന പറയുക പെയിനിൻ്റെ മുട്ടകളെ, അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എത്രയും പെട്ടെന്ന്. സ്കാൽപ്പ് മൊത്തം ക്ലീൻ ആക്കുക. അതിനുശേഷം ബാക്കി നമ്മുടെ ഹെയറിൽ എക്സ്റ്റൻഷൻ വെക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് മുടി വളരെ തിന്നായിട്ട് കുറവുള്ള ആൾക്കാർക്കൊക്കെ എക്സ്റ്റൻഷൻ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊസീജിയർ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽപ്പെട്ട ഒരാൾക്ക് ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. പക്ഷെ അഫോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മളൊരു എക്സ്റ്റൻഷൻ വെക്കുകയാണെങ്കിലല്ല, ഇപ്പം നമ്മൾ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്, വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് ചെയ്യില്ലേ, സ്ട്രെയിറ്റനിങ് അങ്ങനത്തെ പല കാര്യങ്ങളും, കെരാറ്റിനോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഹെയർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം അവർ പറയുന്ന പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യണം. അവർ ഹെയർ വാഷ് ചെയ്യാൻ വരുന്ന സമയത്ത് ഹെയർ വാഷ് ചെയ്യണം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമുക്കത് ഒരു ലോങ് റണ്ണിലേക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാരാണ്, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത് കൊണ്ട് തെറ്റൊന്നുമില്ല. ആൻഡ് ചെയ്താൽ പെയിന് വരും അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു സലൂൺ വിസിറ്റൊക്കെ കൊടുക്കുക. ഇടയ്ക്ക് നമ്മളെ സലൂണിലൊക്കെ പോയിട്ട് ഒന്ന് ചെക്കൊക്കെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹെയറിൽ ചെക്ക് ചെയ്യുക. എക്സ്റ്റൻഷൻ വെച്ചവർ ചെക്ക് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. സോ എക്സ്റ്റൻഷൻസ് വെക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായിട്ടൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഞാൻ ഒരുപാട് കമൻസ് കണ്ടു, അങ്ങനെ എക്സ്റ്റൻഷൻ വെച്ച ആളുടെ ഇതിൻ്റെ താഴെ അവരെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് കമൻസ്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ആൻഡ് എക്സ്റ്റൻഷൻസ് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവിടെയും ഉണ്ട്. അതൊക്കെ ഇപ്പം നോർമലാണ്, അവരവരുടെ ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെ എക്സ്റ്റൻഷൻ വെക്കണോ വേണ്ടയോ. ആൻഡ് സപ്പോസ് ഇനിയിപ്പോൾ അത് പെയിനാണെങ്കിലും പൊടിയാണെങ്കിലും അത് അവരുടെ ബുദ്ധിമുട്ടാണ്. അവരെന്നെ ഗോ ത്രൂ ചെയ്യണം ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട്. ഇത് ഞാൻ ഒന്നും കൂടെ പറയാം, ഡിസ്ക്ലെയിമർ, ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിൽ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹെയർ എക്സ്റ്റൻഷൻസ് വെക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പെയിനിൻ്റെ ശല്യം മാക്സിമം ഒഴിവാക്കാനുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എക്സ്റ്റൻഷൻസ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മെയിനായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് ഇതേപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബൈ.